മുസ്ലിം സ്ത്രീയും കൂടി സ്റ്റേജിൽ കയറിയിട്ട് പാട്ടുപാടും. പാട്ടിൽ പറയുന്നത് എന്താ? അള്ളാനോട് പറയുന്നു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഞങ്ങളെല്ലാം നിന്റെ മക്കളാണ്. അങ്ങനെ വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. അള്ളാഹ് മക്കളുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. അത് പാടുകയാണ്, വ്യായാമത്തിന്റെ പേരിലാണ് എന്നാ പറയുന്നത്. വ്യായാമത്തിന് ഇങ്ങനെ പാട്ട് പാടണോ? ആണും പെണ്ണും കൂടിക്കലർന്ന് തുള്ളണോ? വ്യായാമത്തിന് കുഫർ പാടണോ? ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പാട്ട് പാടണോ? അത് പറയുമ്പോ ചിലർ പറയും ഇവർക്ക് എല്ലാറ്റിനും വെറുപ്പാകും. എല്ലാറ്റിനും വെറുപ്പൊന്നുമില്ല. നിങ്ങൾ അയലാഹല ചൊല്ലിക്കോ, നമുക്ക് വെറുപ്പുണ്ടോ? സലാത്ത് ചൊല്ലിക്കോളി, വെറുപ്പുണ്ടോ? എന്തിന് കുഫർ പാടണം? മുസ്ലിം കുട്ടികൾ പെണ്ണുകൾ കൊണ്ട് എന്തിന് കുഫർ പാടിക്കണം? ഇസ്ലാം എന്ന് പുറത്തു പോകില്ലേ? അള്ളാഹ് മക്കളുടെ എന്ന് വിശ്വസിച്ചാൽ പിന്നെ ക്രിസ്ത്യാനിയും മുസ്ലിം തമ്മിൽ എന്താ വ്യത്യാസം? സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കം തന്നെ എന്താ? ലിയുൻദിറ ലിയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ. പടച്ചവന് മക്കളുണ്ടെന്ന് പറഞ്ഞവരെ താക്കീത് ചെയ്യാനാണ് നബിയെ ഖുർആൻ ഇറക്കിയത്. മാലഹും ബിഹി മിൻ ഇൽം. പടച്ചവന് മക്കളുണ്ടെന്ന് പറയുന്നവർക്ക് ഒരു വിവരവും ഇല്ല, ഒരു തെളിവും ഇല്ല. വലാലി അബാഇഹിം. അവരുടെ പിതാക്കൾക്കും അതിലൊരു തെളിവുമില്ല, ഒരു വിവരവുമില്ല. കബറത്ത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അവരുടെ തൊള്ളയിൽ നിന്ന് വരുന്ന വാക്ക് വളരെ ഗൗരവമുള്ളതാണ്. അള്ളാഹിനെ പറ്റി, അള്ളാഹിന്റെ മക്കൾ എന്ന സൃഷ്ടികളെ കുറിച്ച് പറയാൻ പാടില്ല. പക്ഷേ അത് മുസ്ലിം സ്ത്രീകളെ കൊണ്ട് പാടിക്കുകയാണ് വ്യായാമത്തിന്റെ പേരിൽ. വ്യായാമം വേണ്ടെന്നാരോ പറഞ്ഞോ? സുഹൃത്തുക്കളെ, അപ്പൊ പണ്ഡിതന്മാർ അവർക്ക് നല്ല കാര്യം കൽപ്പിക്കേണ്ടി വരും, തെറ്റായ കാര്യം വിരോധിക്കേണ്ടി വരും. ഖുർആൻ പറഞ്ഞതാ, കടപ്പാടാ. അല്ലാമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകർ വൽഹാഫിദൂന ലിഹുദൂദില്ലാഹ്. സ്ത്രീകളെ, പുരുഷന്മാരെ അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കണം. വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. സ്ത്രീകളെ നിങ്ങളുടെ കാലിൽ പാദസരം ധരിച്ചുകൊണ്ടും കരയുന്ന ചെരിപ്പ് ധരിച്ചുകൊണ്ടും ശബ്ദമുണ്ടാക്കി ഒരാളെയും നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കരുത് കേട്ടോ. ഖുർആൻ ചെരിപ്പിന്റെ ശബ്ദം കൊണ്ട് പോലും പുരുഷന്മാരെ തിരിച്ചു നോക്കിക്കരുത്. പിന്നെയാണോ സ്ത്രീകൾ പരസ്യമായി ശരിക്കും ഔറത്ത് മറക്കാതെ അവരുടെ ശരീരം കാണിച്ചുകൊണ്ടുള്ള എന്തെല്ലാം കോപ്പിരാട്ടികളാണ് കാണിക്കുന്നത്? അപ്പോൾ അത് പറയൽ പണ്ഡിതന്മാരെ കടപ്പാടാണ്. അല്ലാമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകർ വൽഹാഫിദൂന ലിഹുദൂദില്ലാഹ്. അപ്പൊ തൗബ വേണം, ഇബാദത്ത് വേണം, പടച്ചവനെ സ്തുതിക്കണം, നോമ്പെടുക്കണം, നിസ്കാരം റുകൂഉം സുജൂദും ചെയ്ത് നിസ്കരിക്കണം, നല്ല കാര്യം കൽപ്പിക്കണം, ചീത്തക്കാര്യം വിരോധിക്കണം. അതുപോലെ പടച്ചവന്റെ അതിരുവരമ്പുകളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്ന ആള് അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. വബശ്ശിരിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കൂ നബിയേ. സന്തോഷം എന്താണ്? അതിന്റെ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു തആല അതാ സ്വർഗം കൊടുക്കും. ഇവിടെയുള്ള ലോകം, നമ്മുടെ ജീവിതം 100 വയസ്സ് ജീവിച്ചാൽ തന്നെ കാലം കുറെ കഴിഞ്ഞു പോയില്ലേ? ഇനിയുള്ളത് എത്ര വർഷമാണ്? ഇനിയും 100 ഉണ്ടെന്ന് വന്നാൽ തന്നെ 100 വർഷത്തോടെ ജീവിതം കഴിഞ്ഞില്ലേ? എന്നാൽ പരലോകത്തുള്ള ജീവിതമോ 100 കോടി കൊല്ലമല്ല, 100,000 കോടി കൊല്ലമല്ല, കോടി 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 മരണം വരെ ഞാൻ കോടി കോടി എന്ന് ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത കാലത്തുള്ള ജീവിതമല്ലേ പാരത്രിക ലോകത്തുള്ള ജീവിതം. ആ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ഇവിടെയുള്ള കുറഞ്ഞ സമയത്തുള്ള രസം മതിയോ? ഇവിടെയുള്ള കുറഞ്ഞ സമയത്തുള്ള ലാഭം മതിയോ? ഇവിടെയുള്ള കുറഞ്ഞ സമയത്തുള്ള സ്ഥാനം മതിയോ? അതുകൊണ്ട് ഗൗരവത്തോടെ ദീനിന്റെ വിഷയങ്ങൾ ചിന്തിക്കുകയും അങ്ങനെ ദീനീ ചുറ്റുപാടിലായി
ജീവിച്ച് മരിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ.